നമസ്കാരം. എൻ്റെ പേര് ബൈജു. ഞാൻ കേരളത്തിൽ തൃശ്ശൂർ ജില്ലയിൽ പുത്തൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിച്ചു വരുന്നത്. എൻ്റെ വീട്ടിൽ ഞാൻ, ഭാര്യ, 3 മക്കൾ, 2 ആൺകുട്ടികളും താഴെ മകളും അച്ഛനുമാണ് താമസിക്കുന്നത്. പിന്നെ എൻ്റെ ജോലി എന്ന് പറയുന്നത് ഞാനൊരു പൊതുപ്രവർത്തകനാണ്. ഇവിടെ ഈ തൃശ്ശൂർ ജില്ലാ കാർഷിക ഗ്രാമവികസന ബാങ്കിൻ്റെ ഡയറക്ടർ കൂടിയാണ്. പിന്നെ ബിസിനസ് ഉണ്ട്. ഈ തങ്കം സയൻസ് ആൻഡ് ഗ്രാവൽസ് എന്ന് പറയുന്ന ഒരു ചെറിയ കോൺട്രാക്ടിങ് ബിസിനസ്, പ്രത്യേകിച്ചും ഈ ലാൻഡ്സ്കേപ്പിംഗ്, മൈനിങ് ആയിട്ടുള്ള ബിസിനസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് നിങ്ങൾ എങ്ങനെയാണ് അറിഞ്ഞത്? ആക്ച്വലി എനിക്ക് മറ്റൊരു ഇൻഷുറൻസ് ഉണ്ടായിരുന്നു, മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ടായിരുന്നു. ആ സമയത്താണ് പിന്നെ അശോകേട്ടൻ എൻ്റെ ഒരു ഡയറക്ടറാണ് നമ്മുടെ കാർഷിക വികസന ബാങ്കിൽ. അപ്പോൾ അശോകേട്ടൻ പലപ്പോഴും പറയാറുണ്ട്, നീ സ്റ്റാർ ഹെൽത്ത് നോക്കിക്കൂടെ ചോദിച്ചു. അപ്പോൾ അങ്ങനെ ചോദിച്ചിരിക്കുന്ന സമയത്ത് അശോകേട്ടൻ ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ട് കൂടിയിട്ടായിരുന്നു ഞാൻ ആ സമയത്ത് എൻ്റെ ഇതിൻ്റെ കഴിഞ്ഞിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാ അശോകേട്ടൻ തന്നെ ചെയ്ത് എനിക്ക് സ്റ്റാർ ഹെൽത്തിൻ്റെ ഇൻഷുറൻസ് എടുത്തു തന്നു. പിന്നെ മകന് വേറെ ഞങ്ങൾ എനിക്കും വൈഫിനും 2 മക്കൾക്കും ഒരു ഇതും, പിന്നെ വേറെ മകന് വേറെ, അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ ഇതുവരെ എന്തെങ്കിലും ക്ലെയിമുകൾ എടുത്തിട്ടുണ്ടോ? അപ്പോൾ കഴിഞ്ഞ 2024 ഡിസംബറിലായിരുന്നു ഞങ്ങളുടെ ബാങ്കിൻ്റെ തന്നെ ഒരു ഫാമിലി ഇതുണ്ടായിരുന്നു. അത് ഗോവ ട്രിപ്പായിരുന്നു. തിരിച്ചു വരുമ്പോൾ എവിടെയോ വെച്ച് എനിക്ക് ഫുഡ് പോയ്സണായി ഞാൻ വീട്ടിൽ എത്തി കഴിഞ്ഞിട്ടും എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു. ശാരീരികപരമായിട്ട് വളരെ തളർച്ച, അങ്ങനെ ഇതാ വന്നപ്പോൾ എൻ്റെ വീട്ടുകാരൊക്കെ കൂടി ഇവിടെ തൃശ്ശൂർ തന്നെയുള്ള ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി. അപ്പോൾ അന്ന് 2-3 ദിവസം വളരെ മോശമായിരുന്നു. എനിക്ക് അവസ്ഥയിൽ മാറ്റം വരുന്നില്ല, വേറെ മറ്റുള്ള ഹോസ്പിറ്റലിലേക്ക് മാറ്റണോ എന്ന് പോലുള്ള ഒരു ചിന്ത വീട്ടുകാരുണ്ടായിരുന്നു. പെങ്ങളൊക്കെ വന്നു, ബാങ്കിൻ്റെ മാനേജറാണ്, കേരള ബാങ്കിൻ്റെ. അപ്പോൾ അവരൊക്കെ വന്നിങ്ങനെ ഇതുണ്ടായിരുന്നു. അപ്പോഴേക്കും സ്ഥിതിയിൽ മാറ്റം വന്നു. നേരെ അശോകേട്ടനെ വിളിച്ചു. പിന്നെ എനിക്കൊന്നും അറിയേണ്ടി വന്നിട്ടില്ല. സത്യം പറഞ്ഞാൽ ഡിസ്ചാർജ് ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും അശോകേട്ടനാണ് ചെയ്തിരുന്നത്. ഈ സ്റ്റാർ ഹെൽത്തായിട്ടുള്ള എല്ലാ ഡീലിങ്സിനൊന്നും ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞ് എനിക്ക് 500 രൂപയുടെ മറ്റെന്തോ ഒരു ഇത് വന്നുള്ളൂ. ബാക്കി വെറും കൈയോടെ മുടങ്ങാവുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇന്നത്തെ ലോകത്ത് ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ പ്രാധാന്യം എന്താണ്? ഞാനിപ്പോൾ എൻ്റെ സ്വന്തം അനുഭവത്തിലാണ് ഇത് പറഞ്ഞിട്ടുള്ളത്, അതല്ലാതെ മറ്റുള്ളവരുടെ അനുഭവത്തിലല്ല. എനിക്ക് സ്വന്തം എൻ്റെ ഒരു ഫീൽ ഉണ്ടായപ്പോൾ അത് പലപ്പോഴും ഞാൻ അശോകനായിട്ട് ഇരുന്ന് പോകുമ്പോൾ ഞാൻ പറയാറുണ്ട് അവരുടെ അടുത്ത്. ഇത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് നമുക്ക് ഒരു അത്യന്താപേക്ഷികമായിട്ടുള്ള ആവശ്യമാണ്. ഇപ്പോഴത്തെ കാലത്ത് ഇപ്പോൾ എൻ്റെ ഞാൻ പറഞ്ഞില്ലേ, കേരള ബാങ്കിൽ ജീവനക്കാരിയാണ്. അവർക്ക് പോലും ഗവൺമെൻറ് തലത്തിൽ നിന്ന് കിട്ടുന്ന സഹായങ്ങൾ പല സമയത്തും കിട്ടാതെ വരുന്നൊരു സാഹചര്യമുണ്ട്. പല ഇൻഷുറൻസുകളും കൃത്യമായി കൊടുക്കാതെ വരുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ ഒരു സാധാരണക്കാരന് മാത്രമല്ല, സാമ്പത്തികമുള്ളവനായിട്ട് ഒരു രോഗം വന്നാൽ അവൻ്റെ സമ്പത്ത് പോകാൻ വളരെ ചുരുങ്ങിയ സമയം മതി. അപ്പോൾ ഇതുപോലുള്ള ചികിത്സാ സഹായങ്ങൾ, ഇൻഷുറൻസുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു അസുഖം വന്നാൽ ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് നിൽക്കാൻ പറ്റും. ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ സ്വയം ഇതാവാവുന്ന സാഹചര്യങ്ങളുണ്ട്. തീർച്ചയായിട്ടും ഇത്തരം ഇത് എല്ലാ കുടുംബത്തിനും ഉണ്ടാവണമെന്നാണ് എൻ്റെ പോലുള്ളൊരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്കും എനിക്ക് പറയാനുള്ളത്. അത് നമുക്ക് നമ്മുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ, അല്ലെങ്കിൽ ഇനി അസുഖങ്ങൾ വന്നാൽ അതിൽ നിന്ന് വേഗമാവാൻ, അത് നമ്മുടെ ജീവിതത്തെ ബാധിക്കാതിരിക്കാൻ ഒക്കെ ഇത് വലിയ ഗുണം ചെയ്യുന്നതായിരിക്കും. സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസിനോട് നിങ്ങൾ എന്ത് പറയാനാണ് ആഗ്രഹിക്കുന്നത്? ഞാൻ സത്യത്തിൽ ഈ സ്റ്റാർ ഹെൽത്തിനെ കുറിച്ച് പറയുന്നത് അശോകേട്ടനാണല്ലോ. അന്ന് എനിക്ക് തോന്നുന്നു ഒരു 3 വർഷം മുമ്പാണ്. എൻ്റെ മുൻപ് വേറൊരു ഇതുണ്ടായിരുന്നു കേട്ടോ, ഇൻഷുറൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അതിൽ ക്ലെയിം ചെയ്യേണ്ടൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല, കാര്യമായിട്ടുള്ള ഇത് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ സമയത്ത് ഞാൻ അന്ന് അശോകേട്ടനെ കണ്ട് അശോകേട്ടൻ ഇത് മാറാൻ പറഞ്ഞു. അങ്ങനെ ഞാനിതിനെക്കുറിച്ച് മാറി 3 വർഷത്തോളം, 2 വർഷം കൃത്യമായി പോയിരുന്നു. ആ സമയത്തായിരുന്നു എനിക്ക് ഈ ആവശ്യം വന്നത്. എൻ്റെ ആവശ്യം വന്ന സമയത്തെന്ന് പറഞ്ഞാൽ എനിക്ക് ജോലി ഇല്ലാണ്ട് നിൽക്കുന്നൊരു സമയം. എൻ്റെ വർക്കുകളെല്ലാം കംപ്ലീറ്റായി, ഒരു വർക്കും ഇല്ല. വലിയൊരു ക്രൈസിസിലൂടെ കടന്നു പോകുന്നൊരു സിറ്റുവേഷനിലാണ് ഇതുണ്ടായിരുന്നത്. ഭയങ്കര സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുള്ളത് കൊണ്ട് ഞാനൊന്നും അറിഞ്ഞില്ല. അല്ലെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വൈഫൊക്കെ ആകെ കഷ്ടപ്പെടേണ്ടി വന്നേനെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും സ്റ്റാർ ഹെൽത്തിന് എൻ്റെ നന്ദിയും കടപ്പാടും ഉണ്ടായിരിക്കും.